ഷാനവാസും അനുമോളും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്കിംഗ് നടക്കുകയാണ്. അപ്പോഴാണ് നൂറ വിളിച്ച് പറയുന്നത്, അനു സാബുവിന് ഇച്ചിരി പാല് എക്സ്ട്രാ വേണമെന്ന്, അതൊന്ന് എടുത്ത് കൊടുക്കാവോ എന്ന് ചോദിക്കുന്നു. ചായ ഇടുന്നവർ അന്നേരം കൊടുത്താൽ മതിയെന്ന് അനുമോള് പറയുന്നു. എന്തിനാ ഇങ്ങനെ തർക്കത്തിനും പറയുന്നതെന്ന് പറഞ്ഞ് നൂറ ചൂടാവുന്നു. ചായ ഇടുന്നവർ കൊടുക്കുക, പിന്നെ ഞാനാണോ കൊടുക്കേണ്ടതെന്ന് അനുമോളും ചോദിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് നൂറ. നിങ്ങളെല്ലാം ചായ ഇടുന്നത്, നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾ കൊടുത്താൽ പോരേ, അതെന്താ ഇവിടെ വേറെ ആർക്കും കയറാൻ പാടില്ല എന്ന് നൂറ ചോദിക്കുന്നു. ഇതെന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ ചൂടാവുന്നതെന്ന് അനുമോളും ചോദിക്കുന്നു. ഞാനാണോ ചായ ഇടുന്നത്, ഞാൻ ചായ ഇട്ടുകൊണ്ടാണോ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഞാൻ ഇച്ചിരി എക്സ്ട്രാ പാല് കൊടുക്കാനല്ലേ പറഞ്ഞോളെന്ന് നൂറ പറയുന്നത്. നൂറയാണ് ആദ്യം ചൂടായത്. അനുമോള് കാര്യമായിട്ടാണ് പറഞ്ഞത് ചായ ഇടുന്നവരങ്ങ് കൊടുത്താൽ മതിയെന്ന്. ചായ ഇടുന്നവർ ഇട്ട് കൊടുത്തോളാന്ന് എന്തിനാ അങ്ങനെ തർക്കുത്തരം പറയുന്നതെന്ന് നൂറ വിളിച്ച് ചോദിക്കുന്നു. ഷാനവാസ് പറയുന്നത്, പിന്നെ എങ്ങനെയാണ് ചോദിക്കേണ്ടത്, തർക്കുത്തരം പറയേണ്ട കാര്യമില്ല, നല്ലോണം സംസാരിച്ചാൽ മതി. ഷാനവാസ് പറയുന്നത്, നൂറ അവൾ പറഞ്ഞത് അങ്ങനെയല്ല, അവൾ കാര്യമായിട്ടാണ് പറഞ്ഞത് ചായ ഇടുന്നവർ കൊടുത്താൽ മതിയെന്ന്. അതങ്ങനെ പറയണം, അങ്ങനല്ല പറഞ്ഞതെന്ന് നൂറ. നിങ്ങൾ പാലെടുക്കുമ്പം അവന് കൊടുത്തിട്ട് ബാക്കി ചായ ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞതെന്ന് ഷാനവാസ് പറയുമ്പോൾ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ഇങ്ങനെ പറഞ്ഞാൽ മതി, അതിന് തർക്കുത്തരം പറയുന്നതിനാ, ഇങ്ങനെയാണ് അവൾ പറഞ്ഞത്. അപ്പോൾ അനുമോൾ ഷാനവാസിനോട് ചോദിക്കും, ഞാൻ എങ്ങനെ ഇക്കാ പറഞ്ഞതെന്ന് ഷാനവാസിനോട് ചോദിക്കും. ദേഷ്യം ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ തർക്കുത്തരം പറയേണ്ട കാര്യമില്ലെന്ന് നൂറ. ഇപ്പം നൂറയാണ് ദേഷ്യപ്പെടുന്നത്. ആദില അടുത്തിരുന്നുകൊണ്ട് പറയുന്നത്, സ്വന്തമായിട്ടുണ്ടായ വാട്ടർ വെള്ളം ആർക്കാണ്ട് കൊടുക്കണ്ടേന്ന്. അപ്പം പറയുന്ന ക്യാരക്ടർ ഇങ്ങനെ ആണെങ്കിൽ അത് തന്നെ തിരിച്ചു കിട്ടത്തുള്ളൂ എന്ന് നൂറ പറയുന്നത്. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറയും. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുന്നതാണ് പ്രശ്നം. അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഷാനവാസ് ചോദിക്കുന്നത്, ഇത് പാല് മാത്രം എടുക്കുമ്പം ക്വാണ്ടിറ്റി കുറയത്തില്ലേ, എങ്ങനെയാണ്? അപ്പം അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നതെന്ന് നൂറ പറയുന്നത്. അപ്പോൾ സാബുമോനെ വിളിച്ചിട്ട് ഷാനവാസ് ചോദിക്കുന്നത്, സാബു ഈ വെള്ളത്തിൽ പാല് ചേർത്തതിന് ശേഷമാണോ നിൻ്റെ പാലെടുക്കാൻ പറയുന്നതെന്ന്. അത് തന്നെയാണ് ഇക്കാന്ന് ഷാനവാസ് പറയുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ, ഇപ്പം കറക്റ്റായില്ലേന്ന് ഷാനവാസ് പറയുന്നത്. അപ്പോൾ അക്ബർ പറയുന്നത്, അപ്പോൾ അത് അവളുടെ മിസ്റ്റേക്ക് അല്ല എന്ന് പറയുന്നത്. ആരുടെയാണെന്ന് അറിയത്തില്ല, അക്ബർ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്നു. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, അതല്ല അത് ആ വിഷയമല്ല എന്ന് പറയുന്നു. രാവിലെ തന്നെ ഇന്ന് ബിഗ് ബോസിൽ നിന്ന് കൊടുത്തത് 1 പാക്കറ്റ് പാലും 1 പാക്കറ്റ് തൈരുമാണ് വന്നത്. അപ്പോൾ 1 പാക്കറ്റ് പാലേ വന്നിട്ടുള്ളൂ. അത് അക്ബറും സമ്മതിച്ചെന്ന് സാബുമോൻ തെറ്റ് പറ്റിപ്പോയിന്ന്. അപ്പോൾ സാബുമോനോട് അനുമോള് ചോദിക്കുന്നു, ഞാൻ എന്തെങ്കിലും പറഞ്ഞോ എന്തെങ്കിലും എന്ന് ചോദിക്കുന്നു. അല്ല അതല്ല എന്ന് സാബുമോൻ. നൂറ വിഷയം വിടാൻ പ്ലാനില്ല. നൂറ വീണ്ടും പറയുന്നത്, എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ തർക്കുത്തരം മാത്രമേ പറയത്തുള്ളൂ, ദ്വേഷ്യം ഉള്ളിൽ വെച്ചായിരുന്നു സംസാരിക്കുന്നതെന്ന് പറയുന്നു. അനുമോള് പറയുന്നത്, എല്ലാവർക്കും ദോശ 2 എണ്ണം വെച്ചേ ഉള്ളൂ, മാവ് കുറവാണെന്ന്. ഉടനെ ആദില പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ 4 എണ്ണം വെച്ചാണ് തന്നുകൊണ്ടിരുന്നതെന്ന്. പഞ്ചസാരയൊക്കെ തീരെ കുറവാണ്, എല്ലാവരും സൂക്ഷിച്ചെടുത്താൽ കാണും, അല്ലെങ്കിൽ പെട്ടെന്ന് തീർന്നു പോവും, ആകെപ്പാടെ 10 പേരേ ഉള്ളൂ, എല്ലാവരും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനെന്ന് ഷാനവാസ്. പിന്നെ പഞ്ചസാര തീർന്നു പോയെന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹളം വെച്ചിട്ട് കാര്യമില്ല, എല്ലാവരും സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തുക. അപ്പോൾ അടുത്തുള്ള ഒരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.